ഹലോ, എല്ലാവർക്കും എൻ്റെ ഒരു ദിവസത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ ദിവസത്തിലെ കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ, ഞാനും എൻ്റെ ആമിക്കുട്ടിയുടെയും കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് മുന്നായിട്ട് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കാൻ കാരണം എൻ്റെ പല ലോങ് വീഡിയോസിനും എനിക്ക് ആവറേജ് ഡ്യൂറേഷൻ വളരെയധികം കുറവാണ്. നിങ്ങൾ കണ്ടിരിക്കുന്നതിൻ്റെ അളവ് വളരെ കുറവാണ് കേട്ടോ. കൂടുതൽ സ്കിപ്പ് ചെയ്ത് പോകാറാണ് പതിവ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു രീതിയിൽ വീഡിയോസ് എടുക്കാമെന്ന് വിചാരിച്ചത് കേട്ടോ. അപ്പോൾ നിങ്ങളെ കൂടുതലായിട്ടും എൻ്റെ വീഡിയോസിനെ ഒന്ന് ആകർഷിപ്പിക്കാനായിട്ടാണ് ഞാൻ ഈ രീതിയിലൊക്കെ വീഡിയോസ് എടുത്ത് കുറച്ചുകൂടെ മെച്ചപ്പെട്ട് തുടങ്ങിയത്. അപ്പോൾ നിങ്ങൾക്ക് അത്രയ്ക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ടാണല്ലോ അത് സ്കിപ്പ് ചെയ്ത് പോകുന്നത്. അപ്പോൾ ആ ഒരു റീസൺ കൊണ്ടാണ് ഞാൻ ഈ ടൈപ്പ് വീഡിയോസ് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് എടുത്ത് നോക്കുന്നതാണ് കേട്ടോ. നിങ്ങൾക്ക് എത്രമാത്രം ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് അറിയില്ല. നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ താഴെ അറിയിക്കണം കേട്ടോ. ഇതെങ്ങനെ ഉണ്ട്, ഈ ടൈപ്പ് വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണോ എന്നുള്ളത് കമൻറ്റ് സെക്ഷനിൽ അറിയിച്ചാൽ മതി. അപ്പോൾ ഇത് നമ്മുടെ വീട്ടിലെ കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് കേട്ടോ. നമ്മുടെ വീട്ടിൽ ഉണ്ടാവുന്ന പൂക്കളാണ്. അപ്പോൾ ജസ്റ്റ് ഞാനിങ്ങനെ വീഡിയോസ് എടുത്ത് വെക്കുന്നതേ ഉള്ളൂ കേട്ടോ. ഇതിൽ വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ല. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് എനിക്ക് ഇഷ്ടപ്പെടുമോ എന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്ന ഒരു വീഡിയോ കൂടിയാണ്. അപ്പോൾ ഈ ഒരു പൂവിൻ്റെ പേര് എനിക്കറിയില്ല കേട്ടോ. നിങ്ങളെല്ലാവരും കണ്ടിട്ടുള്ളൊരു പൂവായിരിക്കും എന്ന് എനിക്ക് വിശ്വാസമുണ്ട്. എല്ലാ വീടുകളിലും ഉള്ളതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് കണ്ടപ്പോൾ ഒന്ന് പറിച്ചേ ഉള്ളൂ. നോർമലി പൂ പറിക്കുന്നത് അത്ര നല്ലതല്ല കേട്ടോ. പൂ എടുത്തെടുക്കുന്നത് ചെടിയിൽ നിന്ന് കാണാനാണ് പൂക്കൾ കൂടുതലും ഭംഗിയുള്ളത് എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ അമ്മ നട്ടുപിടിപ്പിച്ച കുറച്ച് വഴുതനങ്ങ, വെണ്ടയ്ക്ക അങ്ങനത്തെ കാര്യങ്ങളാണ് കേട്ടോ ഇതിനകത്തിരിക്കുന്നത്. അതൊക്കെ പലതും നശിച്ചു പോയി, ചിലതൊക്കെ വളർന്നു വരുന്നതേ ഉള്ളൂ. അപ്പോൾ ആ രീതിയിലാണ്. മുളകും ഉണ്ട് കേട്ടോ. മുളകൊക്കെയാണ് കൂടുതലും. അപ്പോൾ എല്ലാം ഏകദേശമൊക്കെ ഒന്ന് നാശമായിപ്പോയി. ഇതേതോ ചെടിയാണ് കേട്ടോ. പൂ പിടിക്കാനായിട്ട് നിൽക്കുന്നതേ ഉള്ളൂ, അതായി വരുന്നതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയാണ്. ഇതിൻ്റെ പേരെനിക്ക് പ്രോപ്പർ അറിയില്ല കേട്ടോ. ഇതൊക്കെ അമ്മ വെച്ച് പിടിപ്പിക്കുന്നതാണ്. അപ്പോൾ ഇതാ ഇതിലൊരു പൂവുണ്ടായിട്ടുണ്ട് കേട്ടോ. ഇതിൽ വെള്ളയും ഈ ഒരു മജന്ത കളറിലെ പൂവാണ്. അതവൾ ഇറുക്കാനായിട്ട് നിൽക്കുമായിരുന്നു കേട്ടോ. ഇറുത്ത് കഴിഞ്ഞു അവൾ. ഞാൻ ഈ വീഡിയോ എടുത്ത് കഴിഞ്ഞപ്പോൾ അവൾ അത് ഇറുത്ത് കഴിഞ്ഞു. അപ്പോൾ ഇത് മൽബറിയാണ് കേട്ടോ. പണ്ടത്തെ ഒരു നെസ്റ്റു ആയിരുന്നു. പണ്ട് ഒത്തിരി കഴിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇപ്പോൾ മോൾക്ക് ഇത് ഭയങ്കര അധികം ഇഷ്ടമാണ്. പക്ഷേ ഇത് പാകമായിട്ടില്ല. ജസ്റ്റ് അത് ഇങ്ങനെ പഴുത്ത് വരുന്നുണ്ടേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അവൾക്ക് വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാനത് പറിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് തെറ്റിപ്പൂ. ഇതെല്ലാവരും വീട്ടിലും ഉണ്ടാവും. നമ്മൾ സന്ധ്യക്കൊക്കെ വിളക്കിലൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കുന്നതാണ്. വളരെ കുറച്ച് ചെടികളേ ഉള്ളൂ കേട്ടോ ഇവിടെ. ഈ കാണിച്ച ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ പേരെനിക്കറിയില്ല. ഇതിൽ ഇങ്ങനെ മൊട്ടിട്ട് വരുന്നതേ ഉള്ളൂ, പൂ ആയിട്ടില്ല കേട്ടോ. അപ്പോൾ അങ്ങനെയാണിത്. പിന്നെ അതിന് ശേഷം കുറച്ച് ഇലച്ചെടികളാണ് കേട്ടോ. ഇതുമാതിരിയുള്ള നമ്മൾ ആ ഒരു കൊറോണ ടൈമിലൊക്കെ വളരെ ട്രെൻഡിങ് ആയിട്ട് പൊയ്ക്കൊണ്ടിരുന്നതാണ് ഈ കുറേ ഇലച്ചെടികൾ കേട്ടോ. അപ്പോൾ ആ സമയം തന്നെ നമ്മളും പല ഇടങ്ങളിൽ നിന്നും എടുത്തുകൊണ്ട് വെച്ചിട്ടുള്ളതാണ്. പിന്നെ ഇതെന്തോ പണച്ചെടിയെന്നോ മറ്റോ ആണെന്നോ തോന്നുന്നു ഇതിന് പറയുന്നത്. ഇതിങ്ങനെ ഭിത്തിയിൽ ഇങ്ങനെ പടർന്നു പോകുന്നതാണ് കേട്ടോ. പക്ഷേ ഇത് ഭയങ്കര രസമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മുടെ ചുമരുകളിലൊക്കെ ഇത് വെച്ച് നന്നായിട്ട് പിടിപ്പിച്ചാൽ നന്നായിട്ട് ഉണ്ടായിരിക്കും കേട്ടോ. എനിക്ക് വീടിൻ്റെ പുറത്ത് നിൽക്കുന്നതിനും കാട്ടിയും വീടിൻ്റെ ഉള്ളിൽ കുറേ ചെടികൾ ഇങ്ങനെ നിൽക്കുന്നത് കാണാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഈ പുറത്ത് നിൽക്കുന്ന കാണാൻ ഇഷ്ടമാണ്. അതുപോലെ വീടിനുള്ളിലും സെറ്റ് ചെയ്താൽ നന്നായിരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ വീടിനകത്ത് ഉണ്ട്, വളരെ കുറച്ചേ ഉള്ളൂ, ഒരുപാടൊന്നുമില്ല കേട്ടോ. ഇപ്പോൾ ഒരുപാട് വീടുകളിലും വീടിൻ്റെ അകത്ത് ഒത്തിരി പ്ലാന്റ്സ് വെച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. അതൊരു പ്രത്യേക വൈബ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ അതുപോലെ നമ്മൾ ലൈവ് പ്ലാന്റ്സ് ആണ് വെക്കുന്നതെങ്കിൽ മെയിൻ്റെനൻസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വീടിൻ്റെ അകത്ത് വെക്കുമ്പോൾ. അപ്പോൾ ആമീസ് വെറുതെ നടക്കുകയാണ്. നമ്മുടെ ഇവിടെ റംബൂട്ടാനുണ്ട് കേട്ടോ. അപ്പോൾ ആ റംബൂട്ടാൻ ഒന്നും പാകമായിട്ടില്ല. കഴിഞ്ഞ വർഷം പിടിച്ചില്ല, അതിൻ്റെ മുന്നത്തെ പ്രാവശ്യം. അപ്പോൾ ആ റംബൂട്ടാനാണ് ഇത്. അത്യാവശ്യം ഒന്നും ആയിട്ടില്ല കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ പിടിച്ച് വരുന്നതേ ഉള്ളൂ. ഇപ്പോൾ മഴക്കാലമൊക്കെ ആയതുകൊണ്ട് അത്യാവശ്യം എല്ലാം പൊഴിഞ്ഞു പോകുന്നുമുണ്ട്. പിന്നെ കുറേയൊക്കെ നിൽപ്പുണ്ട് കേട്ടോ.
പക്ഷേ ഇതൊന്നും ആയിട്ടില്ല. ഇത് അത്യാവശ്യം നല്ല പുളിയുള്ള ടൈപ്പാണ് കേട്ടോ. ഇപ്പോൾ കഴിച്ചിട്ട് തന്നെ കുറേ നാളായി. ഇത് നമ്മൾ ചുമ്മാ ഒന്ന് പൊട്ടിച്ചു നോക്കി. കൂട്ടത്തിൽ നിന്നൊരു വലുതായിരുന്നു കേട്ടോ, പക്ഷേ ആയിട്ടില്ല. അത് കഴിഞ്ഞ് നമ്മൾ ചായ കുടിക്കാൻ പോവുകയാണ്. നമ്മളല്ല, ഞാൻ അവൾക്ക് പാലാണ് കൊടുക്കാറ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കേട്ടോ. ബീഫും മുട്ടക്കറിയും ഉണ്ടായിരുന്നു. അപ്പോൾ അത് കൂട്ടി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ രീതിയിലൊക്കെ ഞാൻ ഇന്നാണ് ട്രൈ ചെയ്ത് നോക്കുന്നത് കേട്ടോ. പുതിയ ഫോൺ കിട്ടിയതിന് ശേഷം ഇങ്ങനെയൊക്കെ വീഡിയോ എടുത്താൽ എങ്ങനെയുണ്ട് എന്നറിയാൻ വേണ്ടി. അല്ലാതെ ഞാൻ മുമ്പൊക്കെ വെറുതെ അങ്ങ് എടുത്ത് പോവുമായിരുന്നു കേട്ടോ. അതല്ലാതെ എന്തെങ്കിലും പുതിയതായിട്ട് പുതുമയായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ എടുത്തത് കേട്ടോ. അപ്പോൾ നമ്മൾ പുറത്തിറങ്ങിയപ്പോൾ ഇത് നമ്മുടെയൊന്നുമല്ല, മുകളിലത്തെ പൂച്ചയാണ് കേട്ടോ. അപ്പോൾ ചുമ്മാ അവളെന്തോ ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് ഇങ്ങനെ ചാടി പിടിക്കാനായിട്ട് വന്നുകൊണ്ട് ഞാൻ അധികം ഇതായില്ല കേട്ടോ. അത് കഴിഞ്ഞ് മോൾക്ക് കുറുക്കും കൊടുത്തു. അപ്പോൾ ഈ ഒരു കുറുക്കും കൂടി കൊടുത്തിട്ട് ഞാൻ സ്റ്റോപ്പ് ചെയ്തു കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിലുള്ള വീഡിയോസ് ഞാൻ ജസ്റ്റ് ഇന്നോട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചാണ് ഈ രീതിയിൽ എടുത്തു തുടങ്ങിയത്. അപ്പോൾ നിങ്ങൾക്ക് എത്രമാത്രം ഇത് ഇഷ്ടപ്പെട്ടു എന്നുള്ളത് എന്നെ അറിയിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻസും കൂടെ അറിയിക്കുക കേട്ടോ. ഈ ടൈപ്പ് വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണോ, ഈ രീതിയിലുള്ള വീഡിയോസൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഇഷ്ടമാണോ എന്നുള്ളതും കൂടി ഒന്ന് കമൻറ്റ് ചെയ്തിരുന്നാൽ നന്നായിരിക്കും കേട്ടോ. അപ്പോൾ എൻ്റെ ഈ രീതിയിലുള്ള വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.